കോടികൾ വില വരുന്ന ലഹരിമരുന്ന് ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി വിഴുങ്ങിയാണ് ബ്രസീൽ സ്വദേശികളായ ദമ്പതികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. സംശയം തോന്നി കൊച്ചി DRI യൂണിറ്റ് നടത്തിയ പരിശോധനയിലാണ് 50ഓളം ഗുളികകൾ ഒരാളുടെ മാത്രം ശരീരത്തിനകത്തുണ്ടെന്ന് കണ്ടെത്തിയത്. കൊക്കൈനോ ഹെറോയിനോ ആണെന്നതാണ് DRIയുടെ പ്രാഥമിക നിഗമനം. ലഹരി ഗുളികകൾ ശരീരത്തിനകത്തുനിന്ന് പുറത്തെടുക്കുന്നതിനായി ഇരുവരെയും അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പുറത്തെടുത്ത് പരിശോധിച്ചാൽ മാത്രമേ ഏതു തരത്തിലുള്ള ലഹരി മരുന്നാണ് എന്നതിൽ വ്യക്തത വരുത്താനാകൂ. ബ്രസീലിലെ സാവോപോളോയിൽ നിന്നാണ് ഇവർ കൊച്ചിയിലേക്കെത്തിയത്. തിരുവനന്തപുരത്ത് ഹോട്ടൽ ബുക്ക് ചെയ്തതിന്റെ തെളിവുകളും DRI കണ്ടെത്തിയിട്ടുണ്ട്. ആർക്കുവേണ്ടിയാണ് കോടികൾ വില വരുന്ന മാരക ലഹരി മരുന്ന് കൊച്ചിയിലെത്തിച്ചതെന്നതാണ് അന്വേഷിച്ചു വരുന്നത്. ശരീരത്തിനകത്ത് വെച്ച് ഗുളികകൾ പൊട്ടിയാൽ ആരോഗ്യനില അപകടത്തിലാകുന്ന തരത്തിലുള്ള ലഹരിക്കടത്ത് ഇതിനു മുമ്പും നെടുമ്പാശ്ശേരിയിൽ നടന്നിട്ടുണ്ട്. ലഹരിയെ ഗുളികയുടെ രൂപത്തിലാക്കിയ ശേഷം പ്ലാസ്റ്റിക് കോട്ടിംഗ് നൽകും. അതിനുശേഷമാകും ഇത് വിഴുങ്ങുക. വൻതുക പ്രതിഫലമായി ലഭിക്കുമെന്നതാണ് അപകടം പിടിച്ച ലഹരിക്കടത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നത്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.